തൃക്കാക്കര മുതൽ തദ്ദേശം വരെ ആധികാരിക വിജയവുമായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറാക്കുന്ന കോൺഗ്രസിനെതിരെ പുനർജനി കേസ് ഉയർത്തി പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. കഴമ്പില്ലെന്ന് കണ്ട് എഴുതിത്തള്ളിയ ഈ കേസ് പൊടി തട്ടിയെടുക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെന്നാണ് കോൺഗ്രസ് പ്രത്യാരോപണം നടത്തുന്നത്. കേരളത്തിലെ പുതിയ വിവാദങ്ങൾക്ക് കാരണമായ പുനർജനി കേസ് എന്താണ്? പരിശോധിക്കാം. കേസിനെ കുറിച്ചും അതിന്റെ നാൾ വഴികളെ കുറിച്ചും. എന്താണ് പുനർജനി കേസ്? വി.ഡി. സതീശൻ പറവൂർ മണ്ഡലത്തിൽ 2018 പ്രളയാനന്തരം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പുനർജനി. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പേരിൽ വിദേശത്തു നിന്നും പണം സ്വീകരിച്ചാണ് പ്രധാനമായും പദ്ധതി നടപ്പാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള FCRI രജിസ്ട്രേഷനുള്ള ചാരിറ്റബിൾ ട്രസ്റ്റാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ. പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ കൊച്ചിയിലെ സ്വകാര്യ ഏജൻസിയെയും അവർ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുനർജനി പദ്ധതി ആരംഭിച്ചത് പോലും. പദ്ധതിക്ക് പണം സമാഹരിക്കാനായി UK ആസ്ഥാനമായ മില്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGOയുടെ സഹായത്തോടുകൂടി ലണ്ടനിലെ ബർഹിംഹാമിൽ ഒരു പ്രത്യേക വിരുന്നും സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ചടങ്ങിൽ 22,500 പൗണ്ട് അഥവാ 19,95,880 രൂപ വിവിധ വ്യക്തികളിൽ നിന്നും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നു. UK സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയ പുനരധിവാസത്തിനു നെയ്ത്തന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് വി.ഡി. സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോയും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. വിദേശത്തേക്കുള്ള വി.ഡി. സതീശന്റെ വിമാന ടിക്കറ്റുകൾ ഒമാൻ എയർ ആണ് സ്പോൺസർ ചെയ്തത്. താമസ സൗകര്യവും മറ്റു ചിലവുകളും വഹിച്ചത് ട്രസ്റ്റ് നേരിട്ടാണ്. BPCL നിന്നും CSR ഫണ്ടായി 31,20,000 രൂപയാണ് പദ്ധതിക്കായി ലഭിച്ചത്. ഈ തുക പൂർണ്ണമായും തയ്യൽ മെഷീനുകൾ വാങ്ങാനാണ് ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗുണഭോക്താക്കളുടെ പട്ടിക നൽകിയത് MLA ആയ വി.ഡി. സതീശനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് സാമ്പത്തികമായ യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് പോലും കണ്ടെത്തിയിരുന്നത്. പുനർജനി പദ്ധതിയിലൂടെ 280 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഇതിൽ 37 വീടുകൾ വിദേശ മലയാളികളുടെ സ്പോൺസർഷിപ്പ് മുഖേനയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കാം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നിയമസഭയിൽ പദ്ധതിയിൽ ഭരണപക്ഷം അഴിമതി ആരംഭിച്ചപ്പോൾ വേണമെങ്കിൽ വിജിലൻസിനെയോ എൻഫോഴ്സ് ഡയറക്ടറേറ്റിനെയോ കൊണ്ട് അന്വേഷിച്ചോളൂ എന്നായിരുന്നു സതീശന്റെ വെല്ലുവിളി. എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് തള്ളി. പിന്നാലെ 2020 ചാലക്കുടി കാതിക്കുടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ ജെയ്സൺ പാനിക്കുളങ്കര പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചു. എന്നാൽ വിദേശ പണപ്പിരിവിൽ സതീശനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് 2023 ജൂണിലാണ്. വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പോലും പറയുന്നത് പുനർജനി പദ്ധതിയിലൂടെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ പണം തട്ടിയിട്ടില്ലെന്നും പദ്ധതിയിൽ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമാണ്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ഫയൽ വിജിലൻസിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനായിരുന്നു ആഭ്യന്തര സെക്രട്ടറി അന്നത്തെ വിജിലൻസ് ഡയറക്ടറേറ്റ് യോഗേന്ദ്ര ഗുപ്തയ്ക്ക് നൽകിയ നിർദ്ദേശമെന്ന് നമുക്ക് വസ്തുതകളിൽ നിന്നും തെളിയുന്നതാണ്. ഇതോടെ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 കൊണ്ട് തുടർ പരിശോധന നടത്തിപ്പിക്കുകയായിരുന്നു. ഇതിലാണ് ഫെറ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ CBI അന്വേഷണം വേണമെന്നും അനുമതി തേടാതെ വിദേശയാത്ര നടത്തിയതിൽ സ്പീക്കർക്ക് നടപടി സ്വീകരിക്കാമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നതും ആ ശുപാർശയെ നടപ്പാക്കാൻ പോകുന്നതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം കത്തി അമർന്നുകൊണ്ടിരിക്കുന്നതും.